വെറുതെ വന്ന് എന്തിനാണ് പണി മേടിക്കണത്? അതിനെ ഞാൻ ചോദിക്കണത്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിലൊക്കെ പറയും, ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് കേട്ടോ, വീട്ടിലിരിക്കാൻ പറ്റില്ല ചോദിക്കും. ഉള്ള വണ്ടിക്കാഴ്ചകളിൽ ലാഭമാണല്ലോ എന്ന് ഞാൻ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സത്യദൈവത്തെ കാണാം. ചുമ്മാ കണ്ടെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ സിനിമ കണ്ടടിച്ചും തിട്ടിക്കരിങ്കിൽ ഇറങ്ങിപ്പോണ പോലെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടെങ്കിൽ കണ്ടത് സാക്ഷ്യം വഹിക്കണം. കണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞങ്ങൾ കണ്ടത് ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 1:1 ശ്രദ്ധിക്കട്ടെ. വായിച്ചോളൂ. 1 യോഹന്നാൻ 1:2. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ 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 ആരാധന ആരാധന അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദൈവകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. 1 യോഹന്നാൻ 1:2 എന്താണ്? ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, ഞങ്ങളതിന് സാക്ഷികളാണ്. കാണുന്നവരെന്തിനുള്ളതാണ്? സാക്ഷികളാകാനുള്ളതാണ്. മനസ്സിലായില്ലേ? കാണുന്നത് അടയാളം കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് സംഭവം എന്താണ്? സാക്ഷികളാണ്. അപ്പം സാക്ഷികളാകാൻ അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷ്യപത്രം ഇറക്കിയിരിക്കുന്നത്. സാക്ഷ്യപത്രം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടി വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ 4 അവർ ബാംഗ്ലൂർകാരത്തിയാണ്. അവർ പറഞ്ഞ് 4 കൺട്രി ഉണ്ട്. UK ഉണ്ട്, കാനഡയുണ്ട്, പിന്നെ ഒരു 2-3 കൺട്രി അവർ പറഞ്ഞു, ഓസ്ട്രേലിയ ഒക്കെ. ഞാൻ ഇവിടെ പോകണം വെച്ചാന്ന് പറഞ്ഞു. അപ്പം 4 കൺട്രി ഉണ്ട്, ഇവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ സാക്ഷ്യം പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷ്യം പറഞ്ഞോ എന്ന് പറഞ്ഞു. ഉടനെ അവൾ പേപ്പർ എടുത്ത് കാണിച്ചു. അവിടെ നീല ഉടമ്പടിയാണ്, സാക്ഷ്യമുണ്ട്. സാക്ഷ്യം പറഞ്ഞ പേപ്പർ കയ്യിലുണ്ട്. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അവളോട്. ഉടനെ സമയം ഇവിടെ 40 പേര് നിൽപ്പുണ്ടായിരുന്നു. ആ 40 പേര് നിർത്തിക്കൊണ്ട് ഞാൻ അവൾക്ക് മെസ്സേജ് എടുത്ത് കൊടുത്തു. 1 2 കാര്യം അവളുടെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ്. ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ രൂപതയുടെ ചില അധികാരികൾ വന്ന് എന്നോട് ഒത്തിരിയേറെ കാര്യങ്ങൾ അവരിതിനെക്കുറിച്ച് പറയുകയും, അഭിമന്യ പിതാവ് വളരെ സ്നേഹത്തോടെയും വളരെ വാത്സല്യത്തോടെയാണ് കൃപാസനത്തെ നോക്കിക്കാണുന്നതും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമായ എല്ലാ സഹായവും രൂപതയും ചെയ്തു തരുന്നുണ്ട്. അപ്പം അതിനകത്ത് പറഞ്ഞ തിയോളജി കമ്മീഷൻ, മാതാവിൻ്റെ പ്രത്യക്ഷനോട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു കമ്മീഷനാണ്. രൂപതയിൽ നിലനിൽക്കുന്ന മറ്റ് വിഷയങ്ങൾക്ക് ഉള്ളൊരു കമ്മീഷൻ. അപ്പോൾ കമ്മീഷനിൽ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, ബാക്കി ആ അച്ഛൻ വളരെ നല്ല സൗമ്യനായൊരു മനുഷ്യനും വളരെ നല്ല നിലവാരമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് ഇത് പ്രെയർ നീഡ് ബേസ് അല്ലേ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഈ പ്രെയർ പോണത്? അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? എത്ര കാലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഞാൻ റാഷണൽ ക്വസ്റ്റ്യൻ, ബുദ്ധിപരമായ ക്വസ്റ്റ്യനാണ്. നീഡ് ബേസാണ്. അപ്പം ഞാൻ പറഞ്ഞു, വി ആർ ഫോളോയിങ് അപ്പോസ്റ്റലിക് ചേർച്ച് ആൻഡ് സ്പിരിച്വാലിറ്റി. പോസിറ്റീവ് സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഘടകം എന്താണ്? 16-20 കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതാണ് ഞാൻ ആ അച്ഛനോട് പറഞ്ഞത്. അതിപ്പം നിങ്ങളോടും പറയുന്നു. ഉടമ്പടി അടയാളങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവ് നിങ്ങളുടെ ഉടമ്പടി അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ്. അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകണതും അനുഭവിക്കാൻ യോഗ്യമുണ്ടാകണതും നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ തന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ആശ്രമ സ്പിരിച്വാലിറ്റി അതിശക്തി പ്രാപിച്ചായിരുന്നു.
അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നോൻപ് കാലത്ത് പറയുന്നത്. എന്താണ് മിതഭോജനം, എന്താണ് കൊതിക്ക് മിതഭോജനം എന്നല്ലേ പറയണത്. അപ്പോൾ അത് ആശ്രമ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വന്ന സംഭവമാണ്. കൊതിക്ക് എങ്ങനെ മിതഭോജനം ഉണ്ടാണ്? കൊതി എന്തുമാത്രം ആൾക്കാർക്ക്, ഭക്ഷണത്തിന് മാത്രം ആൾക്കാർക്ക് കൊതിയുള്ള, അതൊക്കെ എന്തോ പറഞ്ഞ് കാലഹരണപ്പെട്ടതാണ്. മനുഷ്യന് ഇപ്പോൾ കാറിനും വീടിനും അല്ലേ കൊതി അല്ലേ? എത്രയോ വീടാണ് കുഴിമാടം പോലെ കിടക്കണം. ആരും നാട്ടിലില്ലല്ല. ബംഗാളികളെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോയി അവർ പോയിരിക്കുകയല്ലേ. എന്തിനാണ് ആ വീട് വെച്ചത് അവർ? ആ വീട് വെച്ച കാലത്ത് അവിടെ ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ ആ അയൽവാസികളുടെ ഇടയിൽ ഒരു വില ഉണ്ടാകാനാണ്. ഈ മക്കളെയൊക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാവരെയും യൂറോപ്പിൽ വിടുന്നത് എന്താണ്? ഫസ്റ്റ് സംഭവം വീട് വെക്കാൻ തന്നെയല്ലേ അതാണ് സംഭവം. കുറച്ച് കടം മാറാനും പിന്നെ അടുത്ത പരിപാടി എന്താണ്? വീട് വെപ്പ്. വേറെ കാര്യമൊന്നുമില്ല. പിന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കാറ് മേടിക്കൽ. ഇതിൻ്റെ അകത്ത് മലയാളിക്ക് വേറെ സ്വപ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു മിനിമം സ്വപ്നത്തിലായി സാധനം വർക്കൗട്ട് ചെയ്ത് പോണത്. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്ന കാരണം നാളെ കാലങ്ങളിൽ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കാരണം ആരുമില്ല. അപ്പനും അമ്മയും വീട് വെച്ച് അപ്പനും അമ്മയും ഉൾപ്പെടെ ഈ രാജ്യത്തില്ല. അതെല്ലാം വെറുതെ കിടക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഒരു ക്യാമറ കണ്ടുപിടിച്ച കാരണം വലിയ അനുഗ്രഹമാണ്. 9 മീറ്ററും മതിലും കെട്ടി ക്യാമറയും വെച്ചിരിക്കുകയല്ലേ. അതിൻ്റെ അകത്ത് പൂച്ച കയറിയാലും അവർ അമേരിക്ക ആയിരുന്നു കാനഡ ആയിരുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പൂച്ച കയറിയതെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഈ പൂച്ച ഇവിടുന്ന് വന്നാണെന്നൊക്കെ ചോദിച്ചാൽ ഇംഗ്ലീഷ് ചോദിച്ചുകൊണ്ടിരിക്കും. മലയാളത്തിൽ വീട് വെച്ചിട്ട് ഇംഗ്ലീഷിൽ പൂച്ച വന്ന കാര്യം ചോദിച്ചു. വല്ല കഥയുണ്ടാ? ഇങ്ങനെ പൊട്ടന്മാരുടെ ഒരു ലോകമായിട്ട് ഇങ്ങനെ മാറുകയാണ് ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇത്രയും ഇപ്പോൾ 50 ലക്ഷത്തിനൊക്കെ ലോൺ എടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യണതേ. ഇപ്പോൾ ഈ ആൾക്കാർ ജപ്തിയാണെന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ. ഇപ്പം ചിലരോട് എനിക്ക് സംശയം തോന്നും, ഈ ജപ്തി എങ്ങനെ വന്നതാണ്? എന്തിന് മേടിച്ചതാണ്? ഇത് വീട് വെക്കാൻ മേടിച്ചതാണ്. എത്ര ലക്ഷം എടുത്ത്? 50 ലക്ഷം എടുത്ത്. 50 ലക്ഷത്തിൽ എന്ത് സംഭവിച്ച്? 50 ലക്ഷത്തിന് എടുത്തിട്ട് പിന്നെ എന്ത് കടം വന്നത്? അത് അപ്പോഴ് ഭർത്താവിനും മകനും ജോലി ഉണ്ടായിരുന്നു. പിന്നെയാണ് കൊറോണ വന്നത്. അപ്പോൾ ജോലി പോയി, അപ്പോൾ കടമായി, ഇപ്പം അത് വിൽക്കാൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ അധമ വികാരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുന്ന സാധനമില്ലേ, അതാണ് ഈ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് മിനിമം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ദൈവം ആ സംഭവം ചെയ്യിക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തിനറിയാൻ കൊറോണ വരുമെന്നും ലോകം മുഴുവൻ അടച്ചിടുമെന്നും നിങ്ങൾക്കറിയത്തില്ലല്ല. ഇതുകൊണ്ടാണ് ദൈവത്തെ കക്ഷി ഇറക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നതോടല്ല. ഈ 50 ലക്ഷത്തിന് വീട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 80 ലക്ഷം പലിശ ഉൾപ്പെടെ ആക്കിയിരിക്കുന്ന ആൾക്കാരെ വീട് വെച്ചപ്പോൾ തന്നെ അറിയാൻ, ദൈവത്തിന് അറിയാമായിരുന്നു കൊറോണ വരുമെന്ന്. ഇവർക്കറിയാൻ പാടില്ലായിരുന്നു കൊറോണ വരുമെന്ന്. അതുകൊണ്ട് അവരെന്നാ ചെയ്ത് വലിയ പലിശക്ക് വീട് വെച്ചിരിക്കുകയാണ്. ഇപ്പം വീട് പലിശ കൂടി വീട് ഇവരെ വിഴുങ്ങണ ഒരു അവസ്ഥയിലായി. അതെന്താ പ്രശ്നം? പണ്ട് വീട്ടിലാണ് നമ്മൾ കിടന്നത്. ഇപ്പോൾ വീടിപ്പം നമ്മുടെ പുറത്ത് കിടക്കുക. ഇത് ഭൂമി കുലുക്കാൻ വരുമ്പോൾ വീട് നമ്മുടെ പുറത്ത് കിടക്കത്തില്ലേ? ഭൂമി കുലുക്കാൻ വരുമ്പോൾ വീട് ഇപ്പോൾ തുർക്കിയിൽ എത്രയോ ആൾക്കാരുടെ മെത്താൻ വീട് കിടക്കണത്. അതുപോലെ തന്നെയാണ് ഈ മലയാളത്തിലും കിടക്കണത്. ഒത്തിരി പേരുടെ പുറത്ത് വീട് കിടക്കുകയാണ്. ലോൺ എടുത്തതാണേ. ഇതാണ് റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതി. ദൈവത്തെ ഭയപ്പെട്ടില്ല. അയൽവാസിയുടെ മുമ്പിൽ ആൾ കളിക്കാൻ ചെയ്ത പരിപാടിയാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമല്ലോ, ഈ വീടെല്ലാം വെപ്പിച്ചിരിക്കുന്നത് ആരാ? ഒന്നെങ്കിൽ മൂത്ത മകൻ അല്ലെങ്കിൽ ഇളയ മകൻ ആണ് വീട് വെപ്പിച്ചിരിക്കുന്നത്. ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പപ്പുനെപ്പോലെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവനും കൂടെ പോയി എവിടെയെങ്കിലും പോയി. ഇന്നൊരു സാക്ഷ്യം ഞാൻ കേട്ടു. ഒരു വീട് വെക്കാൻ നിവൃത്തിയില്ല. അപ്പം തന്നെ മകൻ വന്ന്, അമ്മേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന്. എന്താണ്? ഞാൻ ലോൺ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോൺ ശരിയാക്കണമെന്ന് പറയുമ്പോൾ ഇനി അവൻ്റെ പേരിൽ ആ വസ്തു, ഈ അമ്മ പൊട്ടിയല്ല, അവൻ്റെ പേരിൽ വസ്തു എഴുതി കൊടുക്കണമേ. അതാണ് വിഷയമേ. ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ അവൻ ശരിയാക്കിയെന്നല്ല പറയേണ്ടത്. അവരെല്ലാം ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണത്. എവിടുത്തെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പലിശ മേടിക്കുന്ന ചിട്ടി കമ്പനിയിൽ നിന്ന് ലോൺ ശരിയാക്കിയെന്നാണ് പറയണത്. അപ്പോൾ അമ്മ വിചാരിക്കും നല്ല കാര്യം, ലോൺ ശരിയാക്കിയല്ല. അപ്പോൾ ഈ ലോൺ ശരിയാക്കുമ്പോൾ ഈ ചിട്ടിക്കമ്പനിയുടെ പേരൊന്നും പറയണില്ല, അവരോട് കേസ് കൊടുക്കും എനിക്കെതിരെ. ചിട്ടിക്കമ്പനിയിൽ നിന്ന് ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ തന്നെ ഇനി ന്യൂട്രലായിട്ട് അടുത്ത സെക്ഷൻ എന്താണ്? ഇവൻ്റെ പേരിൽ വീട് സ്ഥലം എഴുതി കൊടുക്കണം. കുഴപ്പമില്ല. അധമ വികാരം എന്നെ കണ്ടില്ലേ? വേറെ 3-4 പേരുണ്ടേ. ചേച്ചി ആ കെട്ടിച്ചൂടെ മക്കൾക്ക് പച്ചത് കൊടുത്തിട്ടില്ല. കെട്ടിച്ചൂടെ മക്കളെ സ്വലാം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അവർക്കൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് അപ്പനും അമ്മയും ഇന്നലെ നാളെ ഇത് വിറ്റ് കൊടുക്കുമെന്ന് ഇവനെ അറിയാം. അതുകൊണ്ടാണ് ഇവൻ ലോൺ ശരിയാക്കിയത്. ഇവൻ ശരിയാക്കിയത് ലോണല്ല, കെട്ടിച്ചൂട്ട പെങ്ങന്മാരാണ് ശരിയാക്കിയിരിക്കുന്നത്. അത് ഈ പാവപ്പെട്ട അമ്മക്കറിയാമോ? ഇതാണ് കളി, അധമ വികാരം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സഹോദരങ്ങളെ ചതിച്ചത് കൊണ്ട്
ഇപ്പം സഹോദരങ്ങൾ ഓർത്തിട്ട് ഒരു പെണ്ണിനെ, ഒരു സഹോദരിയെ ദൈവം രക്ഷിച്ചു കണ്ടില്ലേ? ഇത് സഹോദരങ്ങളെ ചതിക്കുകയാണ് ചെയ്യണത്. സഹോദരനെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉടായ്പകളെ കണ്ടുപിടിച്ചിട്ട് ന്യൂട്രായിട്ട് അപ്പനെയും അമ്മയും, ബുദ്ധിയില്ലാത്ത അപ്പനെയും അമ്മയും അകപ്പെടുത്തിയിട്ട് ഇവൻ വസ്തു സ്വന്തമാക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇളയ മകനോ മൂത്ത മകനോ ഇത്രയും ഈ വസ്തുവിൻ്റെ മേൽ ഇത്രയും വലിയ ഹ്യൂജ് ലോൺ എടുക്കണത്? എന്തിനാണ്? അവന് കല്യാണം കഴിക്കാനാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല. 3 നിലയ്ക്കാണ് വെച്ചിരിക്കണത്. ഇപ്പം നമ്മുടെ അംബാനിയുടെയൊക്കെ വീട് പോലെ ചില വീടുകളിലൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കണത്. എങ്ങനെ ഇവിടുന്ന് പോകുമല്ല. അപ്പോൾ ഇവിടെ വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇറങ്ങുന്നതിന് പകരം ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ തന്നെ വന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വീട് വെച്ചിരിക്കണത്. അത്രയും കരുതിക്കൂട്ടി അധമവികാരം തന്നെ ഓരോ കണ്ടില്ലേ? റോമ 10:9 ചില വീടിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളായിരിക്കണത്. ഇതാര് വെപ്പിച്ചതാ? ആ മൂത്ത മകനോ ഇളയ മകനോ? എന്താ അവൻ്റെ പ്രശ്നം? കല്യാണം കഴിക്കണം. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളുള്ള വീട് കാണിച്ചിട്ട് കല്യാണം കഴിക്കാൻ പോണ പെണ്ണിടയ്ക്കൊന്ന് സ്ത്രീധനം അടിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് അതായത് ഇങ്ങനെയുള്ള ലോകാരൂപികളിലാണ് ഈ ഉദ്ദേശമെങ്കിൽ ഈ വെള്ളം വാങ്ങി വെക്കേണ്ടി വരും. കാര്യം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. എന്താണ്? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത്? കണ്ടവൻ്റെ പെമ്മക്കളുടെ സ്ത്രീധന പെമ്മക്കളുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് സ്ത്രീധനം അടിക്കാൻ വേണ്ടി നീ നിൻ്റെ വീട് സ്വന്തം പേര് എഴുതി മേടിച്ചിട്ട് വലിയ പലിശക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. അതാണ് പ്രശ്നം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വചനം പറയണത് എന്താണ്? ദൈവത്തെയും മറന്ന് ഒന്നും ചെയ്യരുത്. അങ്ങനെ ഒരു പാട്ടില്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തെ മറന്ന് കുഞ്ഞെ പരമദിവ്യകാരുണ്യത്തിന് ഈശോ 1 ലൂക്ക 9:54 പറയുന്ന പോലെ അരൂപി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അത് അസാധുവായി പോകത്തില്ല. മറിച്ച് എന്താണ്? അത് ദുഷ്ടാരൂപിയാൽ നയിക്കപ്പെടും. അപ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ജപ്തിയും വല്ലാത്ത കടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജപ്തിക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. ചില ജപ്തിക്കാരെങ്കിലും അവരുടെ കുഴികൾ അവർക്ക് വേണ്ടി കുഴിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടാൻ, ലോകാരൂപിയാൽ നയിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളെ പ്രത്യേകം പരിപാലിക്കണമേ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? മരിയൻ കവനൻറ്റ് പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അതാണ് സബ്ജക്റ്റ്. മരിയൻ കവനൻറ്റ് ഫയറാകണത്, മരിയൻ ഉടമ്പടി ഫയറാകുന്നത് മരിയൻ സ്പിരിച്വാലിറ്റി അനുസരിച്ചാണ്. മരിയൻ സ്പിരിച്വാലിറ്റി ഒന്നാമത്തത് എന്താണ്? ലുക്ക 1:46 എന്താണ് ലുക്ക 1:44 പറയണത്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതാ പ്രശ്നം. ആദ്യമായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിനെ മഹത്വപ്പെടുത്താമെന്ന് തീരുമാനിക്കുക. മനസ്സിലായില്ലേ? മഹത്വത്തിന് സമയം വരുമ്പോൾ ഓടിക്കളയരുത്. എങ്ങനെ ഓടിയാലും തിരിച്ചു വരേണ്ടി വരും. അതാണ് കാര്യം. ദൈവത്തിനല്ലേ പറ്റിച്ചിരിക്കണേ. അപ്പോൾ ആദ്യമേ തന്നെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറയുക. മരിയൻ ഉടമ്പടി ഫയറാകണത് അങ്ങനെയാണ്. മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പറയുക, ഈശോ ഞാൻ എത്രയും വേഗം സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം. എവിടെയെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഇപ്പം സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യമാണ്. നേഴ്സാണ്, ഹെഡ് നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. അപ്പം സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യം എന്ന് പറയണത്, അവർ ഇത്തിരി സീനിയർ ആയതിന് അവർക്ക് വിദേശ ജോലി കിട്ടണില്ല. അതിൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനവരെന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾഡ് ഏജ് ഹോംസ് എല്ലാം സന്ദർശിക്കുമ്പോൾ അവർക്ക് അവിടെ കൂടി ഇരുന്ന് സംസാരിക്കുകയും അവരെ കുളിപ്പിക്കേണ്ടവരെ കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുകയും ഒക്കെ. ഇപ്പോൾ ഈ ഉടമ്പടി വന്നതോടുകൂടി ലോകം മുഴുവനും മാറുകയാണ് ശരിക്കും. സത്യസന്ധമായിട്ട് ഉടമ്പടി എടുത്തവർ. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരീക്ഷക്കാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, ആരാണ് ഉടമ്പടി എടുത്തത്? അമ്മയാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, അമ്മ ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കണ സംഭവമല്ല ഉടമ്പടി.
കാര്യം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഉടമ്പടിയാണ്. അതാണ് ദൈവം ഹോണർ ചെയ്തിരിക്കുന്നത്. ചുമ്മാ ഉടമ്പടി സത്യസന്ധമായിട്ട് എടുത്ത് ആദ്യം തന്നെ മരിയൻ കൃപയിലേക്ക് വന്നില്ലേ? ഇപ്പോൾ മരിയൻ കൃപയുടെ എന്തുകൊണ്ടാണ് ഉടമ്പടി ഫയർ ആകുന്ന രണ്ടാമത്തെ പൊസിഷൻ എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ ആനന്ദം എന്ന് പറയണത് ജോലി കിട്ടുന്നതിലല്ല ഇരിക്കണത്, IELTS പാസ്സാകുന്നതിലല്ല ഇരിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ആനന്ദം ഇരിക്കണം. ഉടമ്പടിയുടെ ആനന്ദം, ആത്മാവിൻ്റെ ആനന്ദം ഇരിക്കണത് IELTS പാസ്സാകുന്നതിലും ജോലി കിട്ടുന്നതിലും വസ്തു വിൽക്കുന്നതിനുമല്ല. അതിന് സന്തോഷമാണ്. ആനന്ദം എന്ന് പറയുന്നത് ആത്മീയമാണ്. അതിൻ്റെ തന്നെ രക്ഷകനായ ദൈവത്തിലാണ്. അതായത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷിക്കും. കർത്താവിന് വേണ്ടി ജോലി ചെയ്യാനുള്ള അവസരമെന്ന് പറയണത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അവസരമല്ല, ക്ലേശങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരം കൂടിയാണ്. അതാണ് സന്തോഷത്തിൻ്റെ, ആധ്യാത്മിക സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. നടപടി 5:41. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അപ്പോസ്തല പ്രവർത്തനം 5:41. അവരാകട്ടെ ഏറ്റു പറഞ്ഞ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പോസ്തലന്മാർ യേശുവിനെ പ്രഘോഷിച്ചപ്പോൾ അടി കിട്ടിയപ്പോൾ ഉണ്ടായ വചനമാണിത്. എന്താണ്? അവർക്ക് സന്തോഷവും ഉണ്ടായത്, അല്ല സങ്കടവും അപമാനവും ഒന്നുമല്ല ഉണ്ടായത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി ഇപ്പോൾ പത്രം കൊടുക്കുമ്പോഴായാലും ശരി, ഇപ്പോൾ ഈ സിന്ധുമോൾ എന്താ ചെയ്തിരിക്കണത്? അവർ എല്ലാ ആതുരാലയങ്ങളും അവിടെ ഉടുപ്പലക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് വാരി കൊടുക്കും കൊണ്ടുവന്ന. അപ്പോൾ എന്താ ചെയ്യുമ്പോൾ അവർ ഭയങ്കര പ്രായമുള്ള 90, 50, 80 വയസ്സുള്ളവർ വന്നിട്ട് ഈ നേഴ്സിന് പറയും, എൻ്റെ നഖം ഒന്ന് വെട്ടി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നഖത്തിലൊക്കെ മുഴുവൻ അഴുക്കൊക്കെ കയറിയിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിലക്ക് അറപ്പായിരിക്കും. പക്ഷേ അത് വെട്ടിക്കൊടുത്തപ്പോൾ ഒരു സന്തോഷം. അതെന്ത് സന്തോഷമാണ്? ആത്മസന്തോഷമാണ്. രക്ഷകനായ ദൈവത്തിൻ്റെ ആനന്ദമാണത്. ഒരു 10 അമ്മച്ചിമാരുടെ നഖം വെട്ടിക്കൊടുത്തപ്പോൾ ആത്മാവിലൊരു സന്തോഷം. ആ സന്തോഷമാണ് ഈ മരിയ സന്തോഷം എന്ന് പറയണത്. അതാണ് ലൂക്ക 1:46 പറയണത്. എൻ്റെ അന്തരംഗം പറഞ്ഞേ, എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ഇതാണ് മരിയ സ്പിരിച്വാലിറ്റി. ഇതിലാണ് ഉടമ്പടി ഫയർ ആകുന്നത്. അപ്പം നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ആ സ്പിരിറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവർത്തിക്കാൻ വേണ്ടി ആർക്കും പ്രവർത്തിക്കാൻ പറ്റും, പക്ഷേ സ്പിരിറ്റ് മരിയ സ്പിരിറ്റ് ആയിരിക്കണം. മരിയ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? രക്ഷകനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ സന്തോഷം എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ. രക്ഷകനായ ദൈവം ആരാണ്? ഈശോയാണ്. ഈശോയിലാണ് ആനന്ദിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലേശം അനുഭവിക്കുമ്പോഴും അതിനുവേണ്ടി നിങ്ങൾ ഉപവി പ്രവർത്തനങ്ങളും അതുപോലെ രോഗി പരിചരണങ്ങളിലും അതുപോലെ നിങ്ങൾ ക്ലേശം അനുഭവിക്കുമ്പോഴും ആത്മാവിൽ ആനന്ദം അനുഭവിച്ചാൽ നിങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളിലാണ് കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. സന്തോഷിച്ചുകൊണ്ട് മുന്നേറുവാൻ ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവം പാലിച്ച് ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ഞങ്ങൾ ഈ ആരാധനയിലൂടെ ലൂക്ക 1:48 അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപ്പോൾ അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യം, ബൈബിളിലെ അനുഗ്രഹത്തിന് ഭാഗ്യമെന്നും ഭാഗ്യത്തിന് അനുഗ്രഹമെന്നും പറയും. ഈ അനുഗ്രഹം വരുന്ന വഴികൾ എന്താണ്? അത് മരിയൻ വഴികളാണ് ശരിക്കും. ആ മരിയൻ വഴികൾ എന്താണ്? ലൂക്ക 1:48 ഒന്നിട്ട് വായിച്ചേ. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദൈവം പ്രസാദകരമായിട്ട് കടാക്ഷിക്കണേ എങ്ങനെയാ? എന്താണത്? താഴ്മയാണ്.
അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചോദിക്കണത്, നിങ്ങൾക്ക് ആസ്തിയുണ്ടോ എന്ന് ചോദിക്കണത്. ഇപ്പം അല്ലേ ലൂക്കാൻ്റെ സുവിശേഷം 14:29 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 14:28-29. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ പറഞ്ഞേ, ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചിലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അതാണ് വിഷയം. അതായത് ഗോപുരം പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ ഈശോ എന്താ പറയണത്? അതിൻ്റെ അടങ്കലം സം ടോട്ടല് എത്ര വരും, അതിനുള്ള ആസ്തി തനിക്കുണ്ടോ എന്ന് ആദ്യമേ തന്നെ നമ്മൾ കൂട്ടി നോക്കണം. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു, ഉടമ്പടി പൂർത്തിയാക്കാനുള്ള ആസ്തി ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അല്ല ഭാര്യയെ കൊണ്ട് എടുപ്പിച്ചോളാം, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാം, കുരങ്ങനെ കൊണ്ട് ചൂട് പായസം വാരിക്കാമെന്ന് പറഞ്ഞ് ആരും മസിൽ പിടിച്ച് കൈയും കെട്ട് നിന്ന സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഭയങ്കര സീരിയസ് പറയുകയാണ്. നിങ്ങളിങ്ങനെ എല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരോടല്ല. കുടുംബത്തിൽ ഉടുപ്പ് അലക്കണത് തേപ്പിക്കണത് ഒക്കെ എല്ലാം ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവർക്ക് നിങ്ങൾ ഉടമ്പടിയും ചെയ്യിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കെട്ടിയ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, പിന്നെ കൈ പൊങ്ങത്തില്ല. കാര്യം എന്താ? ദൈവത്തിനിട്ട് നിങ്ങൾ പണി കൊടുക്കണമെന്ന് നിങ്ങളെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ട് ആസ്തി ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങൾക്കതിൻ്റെ അകത്ത് കക്ഷിയാണോ എന്ന് നോക്കണം. ആദ്യം നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ ജോലിയുണ്ടോ, നിങ്ങളുടെ വിവാഹമുണ്ടോ, നിങ്ങളുടെ പരീക്ഷ ഉണ്ടോ, അതിൻ്റെ അകത്ത് ഈ ഉടമ്പടി ഉണ്ടെങ്കിൽ എൻ്റെ മകനെ എൻ്റെ മകളെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ആയിരിക്കണം. അല്ലാതെ അമ്മയെക്കൊണ്ട് ഉടമ്പടി ഒപ്പിച്ചിട്ട് ഐഡസ് പാസ്സാക്കാമെന്ന് വിചാരിക്കരുത്. വർക്കൗട്ട് ചെയ്യത്തില്ല. വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അതല്ല പ്രശ്നം. നിങ്ങൾക്കറിയാമല്ലോ, വർക്കൗട്ട് ജയിച്ചോ തോറ്റോ, ജോലി കിട്ടിയോ ഇല്ലയോ, ഇതൊന്നും ബൈബിളിൽ പ്രസക്തമുള്ള കാര്യമല്ല. ജയിച്ചോ തോറ്റോ അതെങ്കിൽ ഇപ്പം കാര്യം തോറ്റവനും ദൈവം ഇവിടെ ജീവിപ്പിക്കണില്ലേ? ക്ലിയർ? ദൈവം അപ്പം ജയിച്ചോ തോറ്റോ കിട്ടിയോ ഇല്ലയോ ഇതൊന്നും ബൈബിളിൽ വിഷയമല്ല. എന്താ വിഷയമെന്ന് ബൈബിൾ എന്ന് വെച്ചാൽ, നിങ്ങൾ എന്നോട് കൂടെ സ്വീകരിക്കാത്തവൻ ചിതറിച്ച് കളയുന്ന അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രശ്നം. IELTS പാസ്സായി, നിങ്ങൾക്കൊരു കാണ്ടാമൃഗത്തിൻ്റെ കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അതാണ് പ്രശ്നം. നിങ്ങൾക്ക് കാനഡയിലോ ഇംഗ്ലണ്ടിലോ എവിടെയും ജോലി കിട്ടിയോ? അതിന് പറ്റിയ സാധനമാണ്. നിങ്ങളെപ്പോലെ ഇരയെ തിരക്ക് നടക്കിയിരുന്ന ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് വെള്ളമടിച്ച് വിലസാമ്പിന് നടക്കുന്ന ആണുങ്ങളില്ലേ? ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് അവളുടെ ചിലവിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ചോളാമെന്ന് പറഞ്ഞ് വെള്ളമടിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ? തിരക്കിടപ്പുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, നേഴ്സുമാർ വല്ല അച്ഛൻ്റെ ഭാഗത്തുണ്ടാകുന്നു. എനിക്കറിയാം ഇവൻ ലോകം വെള്ളമടിക്കാരനാണെന്ന്. അപ്പം ഞാൻ എന്താ, അറബ് മൃഗത്തെ തിരക്ക് നടക്കുന്ന ആൾക്കാരുണ്ട് കൊണ്ടുവന്ന് അവിടെ ഇറച്ചിപ്പര കെട്ടാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒന്ന് IELTS പാസ്സായ ദൈവത്തെ പറ്റിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നിത്യമായിട്ട് പറ്റിച്ചെന്ന് വിചാരിക്കരുത്. കാര്യം ഇതിൻ്റെ അവസാനമാണ് പ്രശ്നം. എൻ്റെ പാർട്ട് 14 കഥ ട്രാജഡിയാവും. ഇപ്പം കോമഡിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണേ. പല ആൾക്കാരും 7 റീൽസൊക്കെ ഓടുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് റീൽസ് 14 ഓടണ്ടേ? 70ാമത്തെ വയസ്സ് വരെ ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നം പറയണത്. അതുകൊണ്ട് ആദ്യമേ ദൈവത്തെ പറ്റിപ്പ് നിർത്തുക. ആദ്യമേ തന്നെ ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുക്കുക. അത് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവ് നേരത്തെ വന്നപ്പോൾ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? സീസണ് കൊടുക്കാനുള്ള സീസൺ കൊടുക്കുക, ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിന് കൊടുക്കുക. അത് മഹത്വമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കണം. അപ്പം നമ്മൾ സാക്ഷ്യം പറയാതിരിക്കരുത്. തന്നെയല്ല, അമ്മയെക്കൊണ്ട് അപ്പനെക്കൊണ്ട് ഭർത്താവിനെ കൊണ്ട് മക്കളെ കൊണ്ടൊക്കെ നിങ്ങൾ ഉടമ്പടി ഇടിച്ചിട്ട് അതിൻ്റെ ആസ്തി നിങ്ങളെ വകമാറ്റാവുന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് സാക്ഷ്യം എടുക്കാൻ പോണത്, ഉടപെടുക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകണം. നിങ്ങളത് വിശ്വസിക്കണം, നിങ്ങൾ നടപ്പിൽ വരുത്തണം.